രാവിലെ 8 മണിയോടെ തെരച്ചിൽ ദൗത്യം തുടങ്ങാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും കാലാവസ്ഥ ചതിച്ചതുമൂലം 3.5 മണിക്കൂർ വൈകിയാണ് ദൗത്യം തുടങ്ങിയത്. കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ 11:30യോടെയാണ് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത്. തുടക്കത്തിൽ 6 ദൗത്യസംഘങ്ങളും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ 6 ദൗത്യ സേനാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2 ഘട്ടമായിട്ട് ഹെലികോപ്റ്റർ സൂചിപ്പാറയിലേക്ക് പോയത്. സൂചിപ്പാറയിൽ നിന്ന് നിലമ്പൂർ സൈഡിലേക്കുള്ള വനമേഖലകളിലാണ് തെരച്ചിൽ നടത്തുന്നത്. ഈ മേഖലയിൽ വന്യജീവി ശല്യമുണ്ട്. കാരണം മേപ്പാടി അതുപോലെ നിലമ്പൂർ വന ഡിവിഷനുകളുടെ കീഴിലാണ് ഈ പ്രദേശങ്ങൾ. നേരത്തെ ഇവിടുന്ന് നിരവധി ബോഡികൾ കിട്ടിയിരുന്നു. ഇന്നലെയും ഇവിടുന്ന് ഭൗതികാവശേഷം കണ്ടെത്തിയിരുന്നു. പക്ഷേ മനുഷ്യൻ അങ്ങോട്ട് കടന്നു നിന്ന് തെരച്ചിൽ നടത്തി മൃതദേഹങ്ങൾ കണ്ടെത്തി കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ആർമിയും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സും വനംവകുപ്പ് ജീവനക്കാരും ഒക്കെ ഉൾപ്പെട്ട ദൗത്യം ഇവിടെ നടത്തുന്നത്. ഈ പ്രദേശങ്ങൾ വന്യജീവി ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹെലികോപ്റ്ററുകൾ അവിടെ എത്തി ആൾക്കാരെ റോപ്പ് വഴി ഇറക്കി അവിടെ പുഴയോരങ്ങളിൽ തെരച്ചിൽ നടത്താനാണ് ഈ മിഷൻ്റെ ഉദ്ദേശം. ഒരുപക്ഷെ അവസാനത്തെ മൃതദേഹം പോലും കിട്ടുന്നതുവരെ തിരച്ചിൽ നടത്തണമെന്ന രീതിയിലുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടത്തുന്നത്. സർക്കാരിൻ്റെ തീരുമാനവും അതാണ്. കാരണം ഏതാണ്ട് 159ഓളം മൃതദേഹങ്ങളാണ് ഇനി കിട്ടാനുള്ളത്. അതുകൊണ്ട് അവരുടെ ബന്ധുക്കൾക്ക് പോലും അവർക്ക് ഒരു അതൃപ്തി ഉണ്ടാകാത്ത തരത്തിൽ പരമാവധി തെരച്ചിൽ നടത്തി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ മിഷൻ്റെ ദൗത്യം.